ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് കൊല്ലം കണ്ണനല്ലൂരിലുള്ള ഷിഹാബുക്കയുടെ ഫാമിലാണ്. ഷിഹാബുക്കയുടെ ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട്. ഓക്കെ, നമസ്കാരം ഷിഹാബുക്ക. നമസ്കാരം. ഷിഹാബുക്ക എത്ര വർഷമായിട്ട് ഇപ്പൊ പശു വളർത്തൽ രംഗത്തുണ്ട്? ഒരു 10 വർഷത്തിന് മേലെയായി. ആണല്ലേ. ഇവിടെ ഇപ്പൊ എത്ര കറവ പശുക്കളുണ്ട് ഷിഹാബുക്ക? നമുക്ക് ഏതാണ്ട് ഒരു 10 പശുക്കൾ ഉണ്ട്. 10 പശുക്കളുണ്ട്. ഷിഹാബുക്ക നേരത്തെ എന്തായിരുന്നു പ്രൊഫഷൻ? നമ്മള് നേരത്തെ ഗൾഫിലായിരുന്നു. ഗൾഫിൽ മതിയാക്കി വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് നമ്മൾ നേരത്തെ പശുക്കളൊക്കെ ഉള്ള ഇതായിരുന്നു. അന്നേരം ഒരു ഫാമായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്ര പശുക്കളുണ്ടായിരുന്നു? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരു 5 പശു, പിന്നെ കൂടി കൂടി വന്ന ഒരു 20 പശു വരെ ഉണ്ടായിരുന്നു. അപ്പൊ ലാഭകരം തന്നെ, നഷ്ടമൊന്നുമില്ല നമുക്ക്. നഷ്ടമൊന്നുമല്ല. നമ്മള് ലാഭകരമായിട്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും നടത്തി പോകുന്ന ഇത് തന്നെ. വ്യാപാരം എങ്ങനെയാണ്? ലോക്കൽ സപ്ലൈ ആണോ? നമ്മള് ലോക്കലായിട്ട് കൊടുക്കും, പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ സൊസൈറ്റി കൊടുക്കും. കറവ എങ്ങനെയാണ്? കറവയെല്ലാം നമ്മൾ മിഷനിലാണ് കറക്കുന്നത്. അപ്പൊ അതൊരു കർഷകർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്. ഈ മിഷൻ കൊണ്ട് കറക്കുമ്പോൾ ഒരുപാട് അപാകതകളുണ്ട്. കറവക്കാരെ ഒരു അപാകതയില്ല. ഞാൻ ഇന്ന് വരെ മിഷനിലാണ് കറക്കുന്നത്. എനിക്ക് 2 മിഷൻ 3 മിഷനുണ്ട്. കറണ്ട് പോകുമ്പോൾ കറക്കുന്ന മിഷനും അല്ലാതുള്ള 2 മിഷനും ഉണ്ട്. ഞാൻ മിഷനിലെ കറക്കത്തുള്ളൂ. കൈകൊണ്ട് കറക്കുന്ന പരിപാടിയല്ല ഇവിടെ. മിഷൻ കറവ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എല്ലാരും ഇതിൽ എടുത്തിയാട് ഒന്നും അറിഞ്ഞുകൂടാത്ത എടുത്തിയാടിയിട്ട് കാര്യമില്ല. അത് പുതിയതായിട്ട് തുടങ്ങി 1 തുടങ്ങി 2 അങ്ങനെ അധികരിപ്പിച്ച് വന്നാല് അവർക്ക് രക്ഷപ്പെടാൻ, അവർ സ്വന്തമായിട്ട് നോക്കിയാൽ പ്രശ്നമൊന്നുമില്ല. ഒറ്റയടിക്ക് ഒരു 10 പശുവിനെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഒരു പശു 2 പശുവിലൊക്കെ തുടങ്ങിയിട്ട് അവർക്ക് എപ്പോഴാന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് അതിന്റെ എങ്ങനെയാണ് അതിന്റെ എല്ലാം പഠിച്ചുകൊണ്ട് അടുത്തതിലോട്ട് മുന്നോട്ട് പോവാ. അപ്പൊ ഷിഹാബുക്ക നല്ല സുന്ദരി ഒരു പശുവാണെന്നല്ലോ. നല്ലൊരു ഇനത്തിൽപ്പെട്ട ഒരു പശു. ഗിർ പശുവാണ് ഇത്. ഗിറിന്റെ പശു. അത് നമ്മളിവിടെ പെറ്റു വളർന്ന കിടാവാണ്. ഇവിടെ പ്രസവിച്ച പശുവാണോ? നല്ല പശുവാണല്ലോ. നല്ല കുമ്പും നല്ല കാര്യമൊക്കെ. ഇതിപ്പോ എന്താണ്, കറവയിലാണോ ചെനയാണോ? അല്ല, ഇതിപ്പോ ചെന ആയതേ ഉള്ളൂ. ഇത് 20 ലിറ്റർ വരെ 20 ലിറ്റർ പാല് കിട്ടിയ പശു. ഇതിനിപ്പോ 2ാമത്തെ 3ാമത്തെ ചെനയായിരിക്കുക. ഇവിടെ പെറ്റു വളർന്ന കിടാ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണല്ലോ. ഹെൽത്തി തന്നെ, ഒരു കുഴപ്പം. നമ്മളിവിടെ പെറ്റു വളർന്ന പശുവാണ്. 4ാമത്തെ നല്ലൊരു അപൂർവം റെയർ ഒരു കളർ അല്ലേ? ഇത് 4ാമത്തെ പ്രസവം. അല്ലേ? സ്വഭാവമൊക്കെ സ്വഭാവം ഇയാൾ ഇച്ചിരി മെടയൊക്കെ ഉണ്ട്. നല്ല പാലുള്ള പശു. ജനിച്ചു വന്നതാ. ഇത് നമ്മള് 2 പെറ്റ് ഇവിടെ വന്നിട്ട് 2 പ്രാവശ്യം പെറ്റു. ഇത് പാല് കിട്ടുന്ന സൈസാണോ? നല്ല പാല് കിട്ടുന്ന പശു. ഒരു 17 ലിറ്റർ പാല്, 18 ലിറ്റർ പാല് ഇറക്കുന്നതാണ്. ഇത് 3ാമത്തെ പ്രസവം.